ഹലോ ഗായ്സ്, ഇന്നൊരു കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ ആയാലോ. ഞാനും മോളും കൂടെയാണ് പോകുന്നത്. എങ്ങോട്ടേക്കാണെന്നല്ലേ, നമ്മുടെ ഷിപ്പ് യാർഡിൻ്റെ സൂപ്പർ മാർക്കറ്റിലേക്ക്. ഒരുപാട് ആൾക്കാർക്ക് അറിയാമായിരിക്കും, അവിടെ അത്യാവശ്യം നല്ല വില കുറച്ച് സാധനങ്ങൾ കിട്ടുമെന്ന്. അറിയാൻ വയ്യാത്തവർ ഇനി ഷോപ്പ് ചെയ്യാൻ പോകുമ്പോഴത്തേനും നേരെ അങ്ങോട്ടേക്ക് വിട്ടു. ഇഷ്ടം പോലെ ഐറ്റംസ് അവിടെയുണ്ട്. ചെന്ന് കയറിയപ്പോഴേ പണി പാളിപ്പോയി. കാരണം എക്സിറ്റിനകത്തൂടെയാണ് ഞാൻ എൻട്രി ചെയ്തത്. അപ്പോൾ എന്നോട് അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു, അയ്യോ ഇത് എക്സിറ്റാണ്, അതുവഴി കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ വെയിൽ കാരണം എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടിട്ട് അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞു. പക്ഷേ എന്തായാലും അവിടെ സ്പേസ് ഉണ്ടായിരുന്നു. അന്ന് തൽക്കാലത്തിന് അവിടെ പാർക്ക് ചെയ്തു. അടുത്ത തവണ വരുമ്പം ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു. എനിക്ക് വീട്ടിലേക്ക് അത്യാവശ്യമുള്ള ഗ്രോസറി ഐറ്റംസും പിന്നെ കുക്കറൊക്കെയാണ് ഞാൻ നോക്കാൻ പോയത്. കുക്കർ, പാന്, ഫ്രൈയിങ് പാന്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസാണ് ഞാൻ മെയിനായിട്ട് നോക്കാൻ പോയത്. പക്ഷേ കയറി കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ഒരൊറ്റ മുതൽ അങ്ങോട്ട് പെറുക്കാൻ തുടങ്ങും. അതുവരെ നമ്മുടെ വീട്ടിൽ ആവശ്യം ഇല്ലാന്ന് തോന്നുന്ന സാധനങ്ങൾ വരെ അവിടുന്ന് പെറുക്കിയെടുക്കാതെ നമ്മൾ അവിടുന്ന് ഇറങ്ങത്തില്ല. അമലു ആണെങ്കിൽ ആന കരിമ്പങ്കാട്ടി കയറിയ പോലെ ഏതെടുക്കണം നമുക്ക് കൺഫ്യൂഷനായിരുന്നു. ചുമ്മാ എല്ലാത്തിൻ്റെ പുറകെ അമ്മ അതെടുത്താലോ അമ്മ ഇതെടുത്താലോ എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ. പിന്നെ അവസാനം അവളുടെ സെക്ഷനിൽ ബുക്കും അതും പെണ്ണിൻ്റെയൊക്കെ ആ ഒരു സെക്ഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങളെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി വെക്കേഷൻ ടൈമിൽ നമുക്ക് വലിയ ഷോപ്പിംഗ് നടത്താമെന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ മാത്രം അവിടെ നിന്ന് എടുത്തു. പക്ഷേ എങ്കിൽ പോലും എല്ലാ സെക്ഷനിലും ഞങ്ങൾ പോയി നോക്കിയിട്ടോ. അവസാനം ഞങ്ങൾ ബില്ല് ചെയ്യാൻ വന്നപ്പോഴത്തേനും മാത്രം കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അതിനകത്ത് ബില്ലിങ്ങിന് എന്തോ ചെറിയ കറക്ഷൻ വന്നിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ആ സമയത്താണ് അമലു ഒരു ചായ കുടിക്കാൻ വേണ്ടി അവർക്ക് ഒരു പുതിയ കപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് കപ്പ് എടുത്തു. പക്ഷേ അത് ബില്ല് ചെയ്യാൻ കൊണ്ടുപോയത് കൊണ്ടിട്ടുണ്ടല്ലോ, ഞങ്ങളത് തിരിച്ച് വാങ്ങിക്കാൻ മറന്നുപോയി. പക്ഷേ കപ്പില്ലാതെയാണ് വീട്ടിൽ വന്നത്. വളരെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി കയറി ഞങ്ങളിത് ഒരു ട്രോളി നിറച്ച് സാധനങ്ങളാണ് വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങിയത്. പിന്നെ കാറിൽ ഞങ്ങൾ വേറെ ഒത്തിരി കവറൊന്നും എടുക്കാഞ്ഞത് കൊണ്ടിട്ട് എല്ലാം ഞങ്ങൾ കാറിൻ്റെ സീറ്റിൽ തന്നെ അങ്ങോട്ട് അടുക്കി അങ്ങോട്ട് വെച്ചു. കണ്ടില്ലേ? ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും എൻ്റെ ഐശ്വര്യന് മനസ്സിലാവുന്നത് കാറിൻ്റെ ബാക്ക് സീറ്റിൽ ഇട്ടിട്ടാണ് ഞങ്ങൾ ഈ സാധനങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുവന്നതെന്ന്. ഒരു കുടുംബകല കൊണ്ടുപോകാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് ഗൈസ്. തിരിച്ചു വരുന്ന വഴി 2 ഐസ്ക്രീമും വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു. കാരണം വെളിയിൽ ഭയങ്കര ചൂടായിരുന്നല്ലോ. അങ്ങനെ ആസ്വദിച്ച് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ തിന്ന് ഹാപ്പി ആയിട്ടിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.